കോഴിക്കോട് 3 തവണ ഉദ്ഘാടന ഭാഗ്യം ലഭിച്ച ഒരു അങ്കണവാടിയുണ്ട്. കോഴിക്കോട് കാരശ്ശേരിയിലാണ് ഈ അങ്കണവാടി. അതും വിവിധ ദിവസങ്ങളിൽ സാധാരണഗതിയിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷം വീണ്ടും നവീകരിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. അത്തരത്തിൽ ഉദ്ഘാടന സെഷനുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരേ കെട്ടിടത്തിലും ഒരേ റോഡിലും ഒക്കെ തന്നെ. പക്ഷേ ഇതല്ല കാര്യം, ഒരൊറ്റ ദിവസമാണ് 3 ഉദ്ഘാടനവും നടന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കോഴിക്കോട് കാരശ്ശേരിയിലുള്ള ആ മെഗാ അങ്കണവാടി ഉദ്ഘാടന ചടങ്ങിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നോർത്ത് കാരശ്ശേരിയിലെ നാട്ടുകാർക്കും അങ്കണവാടിയിലെ കുഞ്ഞുങ്ങൾക്കും ഇപ്പോഴും അമ്പരപ്പ് മാറിയിട്ടില്ല. മണിക്കൂറുകൾക്കുള്ളിൽ 3 പേരാണ് ഈ അങ്കണവാടി ഉദ്ഘാടനം ചെയ്തത്. UDF-ലെ തമ്മിലടി മൂലമാണ് 3 ഉദ്ഘാടനങ്ങൾ നടന്നത്. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ലീഗ് നേതാവുമായ അരിയിൽ അലവിയായിരുന്നു യഥാർത്ഥ ഉദ്ഘാടകൻ. എന്നാൽ പ്രസിഡന്റ് എത്തിച്ചേരില്ലെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വാർഡ് അംഗവും കോൺഗ്രസ് നേതാവുമായ VP സ്മിത ആദ്യം ഉദ്ഘാടനം ചെയ്തു. ഇതിൽ നീരസം പ്രകടിപ്പിച്ച പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷീദ് ഒളകര ശിലാഫലകം നീക്കി രണ്ടാമത്തെ ഉദ്ഘാടനം നിർവഹിച്ചു. രണ്ട് ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞ് അല്പസമയത്തിന് ശേഷം യഥാർത്ഥ ഉദ്ഘാടകൻ എത്തി. വീണ്ടും ഉദ്ഘാടനം. മാരത്തൺ ഉദ്ഘാടനത്തെ ചൊല്ലി സമൂഹ മാധ്യമങ്ങളിലും പോര് രൂക്ഷമായി. ആദ്യം ഉദ്ഘാടനം ചെയ്ത VP സ്മിതക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AM സൗദ രംഗത്തെത്തി. ബ്ലോക്ക് പ്രസിഡന്റ് ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് എന്തായാലും എത്തും എന്നുള്ള വിവരം സ്മിതയോട് ഞാൻ പറഞ്ഞിട്ടും അത് കാത്തിക്കാതെ അവിടെ കൂടിയ ജനങ്ങളെ പ്രസിഡന്റ് വരില്ല എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സ്മിത നടത്തിയത് എന്തായാലും തെറ്റായ ഒരു നടപടിയാണ്. അഥവാ ബ്ലോക്ക് പ്രസിഡന്റ് വന്നില്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്. അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലെങ്കിൽ ബ്ലോക്ക് മെമ്പറായ ഞാനുണ്ട്. ഞാനും കഴിഞ്ഞിട്ട് മാത്രമേ ഒരു വാർഡ് മെമ്പർക്ക് ഉദ്ഘാടനം ചെയ്യാനുള്ള അവകാശമുള്ളൂ. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഏർപ്പെടുത്താതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് അങ്കണവാടി ഉദ്ഘാടന മാമാങ്കം നടത്തിയതെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.